ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ടോപ്പിക് വരുന്നത് ബേസൽ 2 ഫ്രെയിംവർക്ക് ആണ്. ബേസൽ 2 നോംസ്. അപ്പോൾ ബേസൽ 1 നമ്മൾ ഓൾറെഡി പഠിച്ചു. ബേസൽ 1 1988 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അതിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. കാരണം ബേസൽ 1 നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന ഏത് റിസ്ക് ആയിരുന്നു? നമ്മളെ ക്രെഡിറ്റ് റിസ്ക് മാത്രമാണ് ഇത് ഫോക്കസ് ചെയ്തിരുന്നത് അല്ലേ. പിന്നെ കാലം പുരോഗമിക്കും തോറും ബാങ്കുകൾ പുതിയ പുതിയ ഓപ്പറേഷൻസ് എന്ത് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യാണ്. ബാങ്കുകൾ മാർക്കറ്റിൽ എന്ത് ചെയ്യാണ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഒരുപാട് കമ്പനികൾ ഷെയർ പർച്ചേസ് ചെയ്യാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ എന്ത് ചെയ്യണം മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത് ബാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാങ്ക് എന്ത് ഫേസ് ചെയ്യേണ്ടി വരും? മാർക്കറ്റ് റിസ്ക് എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരും. കൂടാതെ പുതിയ പുതിയ ഓപ്പറേഷൻസ്, പുതിയ പുതിയ സർവീസസ്, പുതിയ മേഖലകളിലോട്ടൊക്കെ ബാങ്ക് വളരുമ്പോൾ അതിന്റെ റിസ്ക്കും അതിനനുസരിച്ച് എന്ത് ചെയ്യും കൂടും അല്ലേ. അപ്പോൾ ട്രഡീഷണലി ബാങ്കിന് എന്ത് റിസ്ക് മാത്രം? ക്രെഡിറ്റ് റിസ്ക് മാത്രം. അതായത് ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക ഡെപ്പോസിറ്റ് എടുത്തിട്ട് അതെന്ത് ചെയ്യുക മറ്റുള്ളവർക്ക് ലോൺ ആയിട്ട് കൊടുക്കുമ്പോൾ ആ ലോൺ തിരിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ആ ഒരു റിസ്ക് മാത്രമാണ് ബാങ്ക് ഫേസ് ചെയ്തിരുന്നത് അല്ലേ. പിന്നീട് ബാങ്ക് വലുതാവും തോറും അതിന്റെ ഓപ്പറേഷൻസ് വലുതായി, മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റുകൾ വലുതായി. സോ ദെർഫോർ കൂടുതൽ റിസ്ക് ആര് ഫേസ് ചെയ്യേണ്ടി വരാണ്? ബാങ്ക് ഫേസ് ചെയ്യേണ്ടി വരാണ്. അപ്പോൾ ഈ പറഞ്ഞ ബേസൽ കമ്മിറ്റിക്ക് മനസ്സിലായി നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ബേസൽ നോംസ് നമ്മൾ ഇതിനൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. പുതിയ കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ആ റിസ്ക്കും കൂടെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിനും പുതിയ രീതിയിലോട്ട് ബേസൽ നോംസ് എന്ത് ചെയ്യണം ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യണം അല്ലേ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബേസൽ 2 കൊണ്ടുവരാണ്. ഏകദേശം 2004 കാലയളവിലാണ് ബേസൽ 2 എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അണ്ടർ ബേസൽ 2 റിസ്കിനെ കാറ്റഗറൈസ് ചെയ്യുന്ന നോക്കുക. റിസ്ക് ഈസ് കാറ്റഗറൈസ്ഡ് ഐദർ ഒന്നില്ലെങ്കിൽ ക്രെഡിറ്റ് റിസ്ക്, അത് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ ബേസൽ 1 അല്ലേ. സോ ക്രെഡിറ്റ് റിസ്ക് കൂടാതെ എന്തൊക്കെ വരുന്നു? മാർക്കറ്റ് റിസ്ക്, അതുപോലെ തന്നെ ഓപ്പറേഷണൽ റിസ്ക്. അപ്പോൾ ബേസൽ 2 മെയിനായിട്ട് 3 റിസ്ക് ആണ്. ക്രെഡിറ്റ് റിസ്ക് ഉണ്ട്, മാർക്കറ്റ് റിസ്ക് ഉണ്ട്, പിന്നെ എന്നിട്ട് ഓപ്പറേഷണൽ റിസ്ക് ഉണ്ട്. ഈ 3 റിസ്ക് ആണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത്, ബേസൽ 2 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനിയും ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 8% തന്നെയാണ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. ബേസൽ 2 മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് 8% തന്നെയാണ് ഇന്റർനാഷണലി. ഓക്കെ, സോ ഇറ്റ് ഈസ് അറ്റ് 8% ഇന്റർനാഷണലി ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യയിലെ ഒരു RBI ഒരു പടി മുന്നിലാണ് അല്ലേ. അപ്പോൾ RBI എന്ത് ചെയ്യാണ്? 9% ഇന്ത്യൻ ബാങ്കുകൾക്ക് RBI സജസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 9% ആണ്. പക്ഷെ ബേസൽ നോംസ് പറയുന്നത് എത്ര തന്നെയാണ്? ഈവൻ ബേസൽ 2 എത്ര തന്നെയാണ്? 8% തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമ്മൾ ആ ഒരു ക്യാപിറ്റൽ റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ റിസ്ക് കൂടി കൺസിഡർ ചെയ്യണം? ഈ 3 റിസ്ക്കും, അതായത് ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ഓപ്പറേഷൻ റിസ്ക് എന്നുള്ള 3 റിസ്ക് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ക്യാപിറ്റൽ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇനി ബേസൽ 2 എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ട് എക്സാമിന് ചോദിക്കണം, നിർബന്ധമായിട്ടും ഈ 3 പില്ലറുകൾ നമ്മൾ എന്ത് ചെയ്യണം എഴുതണം. കാരണം ബേസൽ 2 നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 3 ഏരിയകളായിട്ട് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഏരിയ, അതായത് പില്ലർ 1 എന്ന് പറയുന്നത് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എന്ത് ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ദാറ്റ് ഈസ് 8% എന്ത് ചെയ്യാം മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ Tier 1 ക്യാപിറ്റൽ പ്ലസ് Tier 2 ക്യാപിറ്റൽ ഡിവൈഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് എത്രയായിരിക്കണം? 8% ഓർ മോർ ആയിരിക്കണം അല്ലേ. സോ സെയിം 8% തന്നെയാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. പക്ഷെ നേരത്തെ പറഞ്ഞു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് ബേസൽ 1 നമ്മൾ ഏത് റിസ്ക് മാത്രം? ക്രെഡിറ്റ് റിസ്ക് മാത്രമേ കൺസിഡർ ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്? ഓപ്പറേഷണൽ റിസ്ക്, അതുപോലെ തന്നെ മാർക്കറ്റ് റിസ്ക് കൺസിഡർ ചെയ്തിട്ട് വേണം 8% ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ പില്ലറാണ് അതായത് സൂപ്പർവൈസറി റിവ്യൂ. ഓക്കെ, സാറാണ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നടത്തി എല്ലാം ഓക്കെ അല്ലേ, പക്കായിട്ട് നന്നായിട്ട് പോകുന്നില്ല എന്നൊക്കെ നോക്കുന്ന ആളാണ് എന്ത് പറഞ്ഞത്? സൂപ്പർവൈസർ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പൊ ഇന്ത്യയിൽ ബാങ്കിങ് സെക്ടർ ഇതുപോലെ നന്നായിട്ട് പോകുന്നില്ല എന്ന് നോക്കുന്നത് ആരാണ്? നമ്മുടെ RBI ആണ് അല്ലെ. RBI ആണ് നമ്മളുടെ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നത്. സോ ബാങ്കുകളെ എന്താ പറയുക കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതും അതിന്റെ മറ്റ് റിപ്പോർട്ട് ബാങ്കുകൾ ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്? RBIയിലോട്ടാണ് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിന് പല റിക്വയർമെന്റ്സ്, പല കാര്യങ്ങളിലേക്ക് ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെ CRR, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR, അതുപോലെ തന്നെ നമ്മളുടെ ഈവൻ വർഷം ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ത് ചെയ്യണം? നമ്മൾ ബാങ്ക് ഓഡിറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ബാങ്കിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ഒരു ഇന്റേണൽ റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റിസ്ക് ബേസ്ഡ് ഇന്റേണൽ ഓഡിറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എവിടെ ഉണ്ടാവണം? ബാങ്കിന്റെ അകത്ത് ഉണ്ടാവണം. ഇനി 3 മാസം കൂടുമ്പോൾ ക്വാർട്ടർലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. കൂടാതെ ലിസ്റ്റഡ് ബാങ്കുകളാണെങ്കിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? RBIക്ക് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. അവരുടെ അസറ്റ്സിന്റെ ക്വാളിറ്റിയിലേക്ക് സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, NPA ഒക്കെ ഇങ്ങനെയുള്ള ഒരുപാട്
റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ സൂപ്പർവൈസറി ലെവലിൽ നോക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ RBI ആണ്. അപ്പോൾ അവർക്ക് അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് റെഗുലേഷൻസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാം. ഈവൻ ഇന്ത്യയിൽ RBI പറഞ്ഞല്ലോ, ഇന്ത്യയിലെ RBI ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എത്രയാണ്? 9% ആണ്. ഇന്റർനാഷണൽ ലെവലിൽ എത്രയാകുമ്പോൾ 8% ആകുമ്പോൾ. അപ്പോൾ സൂപ്പർവൈസറി റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റെഗുലേറ്ററി ആൻഡ് എക്കണോമിക് ക്യാപിറ്റൽ റിക്വയർമെന്റ്, ഗീവ് സൂപ്പർവൈസേഴ്സ് ഡിസ്ക്രിപ്ഷൻ ടു ദ ഇൻക്രീസ് റെഗുലേറ്ററി ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ റിവ്യൂ ഒക്കെ പറയുന്നത് വെച്ചാൽ എന്താണ്? റിവ്യൂ എന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ, ഓഡിറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു മോണിറ്ററിങ് എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം. അതിൻ്റെ റിപ്പോർട്ടിംഗ് ഒക്കെ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ചെയ്യുക. മറ്റ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് പാലിക്കുന്നില്ല അല്ലേ, ഇതൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടേ. നമ്മളൊരു 8% മിനിമം സെറ്റ് ചെയ്തു ഇന്റർനാഷണൽ ലെവലിൽ. ഇപ്പോൾ ഇന്ത്യയിൽ 9% സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ബാങ്കുകൾ പാലിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ചെക്കിങ് ആരെങ്കിലുമൊക്കെ ചെയ്യണം, ഒരു അതോറിറ്റി വേണ്ടേ. അപ്പോൾ അതാരാണ്? നമ്മളുടെ RBI ആണ് സൂപ്പർവൈസറി റിവ്യൂവിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 3 പില്ലർ 3 എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിസിപ്ലിൻ ആണ്. മാർക്കറ്റ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? ഡിസ്ക്ലോസ് ചെയ്ത് ഇറ്റ് ഷുഡ് ബി എ ട്രാൻസ്പെറൻസി. ഓക്കെ, സോ നമ്മൾ ബാങ്കിലൊക്കെ എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ റിസ്ക് എത്രത്തോളം എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഇൻഫോർമേഷൻസ് കിട്ടണം. ഇൻഫോർമേഷൻസ് നമുക്ക് ബാങ്കിൻ്റെ അകത്ത് പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്ത് ചെയ്യണം? മാർക്കറ്റ് അല്ലെ, ആരാണ് മാർക്കറ്റ്? നമ്മളിപ്പോൾ ആൾക്കാരാണ്. ഇപ്പോൾ കമ്പനികളിൽ ബാങ്കിങ് കമ്പനികളൊക്കെ ലിസ്റ്റഡ് ആണ് അല്ലേ. ഫെഡറൽ ബാങ്ക്, ICICI, SBI ഇങ്ങനെയുള്ള നാഷണലൈസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറുള്ള ബാങ്കുകളൊക്കെ ലിസ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ വളരെ സേഫ് ആണെന്നുള്ള രീതിയിലാണ് ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബാങ്കുകളിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നേരിട്ട് പോയിട്ട് ബാങ്കിൽ നമ്മൾ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാൻ പറ്റില്ല. അപ്പോൾ ബാങ്കുകൾ ഇത്തരം ഇൻഫോർമേഷൻസ്, അതായത് നമ്മളെ പബ്ലിക് അറിയേണ്ട ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, ആ ഇൻഫോർമേഷൻസ് പബ്ലിക്കിന് അവൈലബിൾ ആക്കണം. അതാണ് മാർക്കറ്റ് ഡിസിപ്ലിനോട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, ഇറ്റ് അലൗസ് മാർക്കറ്റ് ഡിസിപ്ലിൻ ടു ഓപ്പറേറ്റ് ബൈ റിക്വയറിംഗ് ലെൻഡേഴ്സ് ടു പബ്ലിക്ലി പ്രൊവൈഡ് ദെയർ റിസ്ക് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ്, റിസ്ക് റേറ്റിംഗ് പ്രോസസ് ആൻഡ് റിസ്ക് ഡിസ്ട്രിബ്യൂഷൻസ്. ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാം ഇതുപോലെ ടെക്നിക്കലി പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? മാർക്കറ്റ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുക? ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുക? ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബേസൽ 2 ചോദിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ പില്ലർ 1, പില്ലർ 2, പില്ലർ 3 ഹെഡിങ് എങ്കിലും മിനിമം എഴുതാൻ അറിയണം. സോ പില്ലർ 1 നമുക്ക് എന്തായിരുന്നു? മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ആയിരുന്നു. പില്ലർ 2 എന്ന് പറയുന്നത് സൂപ്പർവൈസറി റിവ്യൂ ആണ്. പില്ലർ 3 എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിസിപ്ലിൻ ആണ്. ഓക്കെ, അപ്പോൾ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് അഗെയിൻ 8%. പക്ഷേ റിസ്ക് കവറേജ്, ക്രെഡിറ്റ് റിസ്ക്, ഓപ്പറേഷൻ റിസ്ക്, മാർക്കറ്റ് റിസ്ക് അതൊക്കെ വരും. സൂപ്പർവൈസറി റിവ്യൂവിൽ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ RBI എന്ത് ചെയ്യുക? അതിൻ്റെ മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ മാർക്കറ്റ് ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുക? ഡിസ്ക്ലോസ് ചെയ്യുക. റിലേറ്റഡ് ടു റിസ്ക് മാനേജ്മെന്റ് ലെവൽ ആക്ടിവിറ്റീസിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? ആഡ്വക്കേറ്റ്ലി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ പാർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒട്ടും ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷെ ജസ്റ്റ് ഒരു നോളജ് പർപ്പസിൽ നമുക്കൊന്നും എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവാം. സോ ഫസ്റ്റ് പില്ലർ ആയിട്ടുള്ള മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റിസ്കിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ റിസ്ക് ആണ് ആദ്യം നോക്കേണ്ടത്. കാരണം റിസ്ക് വെയ്റ്റഡ് അസറ്റിൻ്റെ ആണ് നമ്മൾ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ റിസ്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഒരു ചെറിയ സ്മോൾ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉള്ള ബാങ്കിങ് കമ്പനികൾ, ബാങ്ക്സ് വിത്ത് സ്മോളർ വോളിയം ഓഫ് ഓപ്പറേഷൻസും ട്രാൻസാക്ഷൻസും ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു എക്സ്റ്റേണൽ ഏജൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്രെഡിറ്റ് അസസ്മെന്റ് ഒക്കെ വെക്കാം. അപ്പോൾ അങ്ങനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഫ്രം എക്സ്റ്റേണൽ ക്രെഡിറ്റ് അസസ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയൊക്കെ ചെയ്യുന്നത്. അതാണ് നമ്മുടെ സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷെ ഒരു വലിയ രീതിയിൽ ഒരുപാട് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ബ്രാഞ്ച് ആണെങ്കിൽ അതിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? ഒരു ഡിപ്പാർട്ട്മെന്റ് ഇന്റേണലി ഉണ്ട്. ഒരുവിധം എല്ലാ ബാങ്കുകൾക്കും എന്നിട്ട് ഇന്റേണൽ റിസ്ക് അസസ്മെന്റ് വിങ് ഒക്കെ ഉണ്ടായിരിക്കും. പലപ്പോഴും ഞാൻ CA ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചില കമ്പനികളുടെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ കഴിഞ്ഞ് സൈൻ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും എനിക്ക് എന്തുണ്ടായിരിക്കും? എൻ്റെ ഫ്രണ്ട്സൊക്കെ പല ബാങ്കുകളുടെയും ക്രെഡിറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയേണ്ടതാണ് CMA, CA ഒക്കെ പോലത്തെ കോഴ്സുകൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാക്കി നമുക്ക് നല്ലൊരു ഏരിയ ആണ് ഈ ബാങ്കിലെ ക്രെഡിറ്റ് മാനേജർ ആവാന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു ക്രെഡിറ്റ് അസസ്മെന്റ് ആണ്, അല്ലാതെ ലോൺ സാധാരണ ബാങ്ക് സ്റ്റാഫ് അല്ല. നമ്മളുടെ ജോലി ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ കസ്റ്റമറുടെ, അതായത് കസ്റ്റമർ ആയിട്ടുള്ള ഒരു ബോറോവർ, പൊട്ടൻഷ്യൽ ബോറോവർ. ഓക്കെ, ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടല്ലോ, നമ്മൾ അപ്ലിക്കേഷൻ വെക്കുമല്ലോ ലോണിൻ്റെ. നമ്മൾ സാധാരണ ബാങ്കിൽ പോയിട്ട് നമ്മൾ ലോക്കൽ ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മാനേജർ അല്ല അത് സാങ്ഷൻ ചെയ്യുന്നത്. ആക്ച്വലി അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക. ഇതിൻ്റെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അടുത്ത അവരുടെ റീജിയണൽ ഓഫീസിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അവിടെ ഇതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസും കോസ്റ്റ് അക്കൗണ്ടൻസും പോലെയുള്ള
അതുപോലെ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പാസ്സായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട്. അവരാണ് ഇതിൻ്റെ ക്രെഡിറ്റ് അസസ്മെൻറ്റ്, ഇവരുടെ കസ്റ്റമറുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ SPMൽ ഫസ്റ്റ് പഠിച്ചല്ലോ. സിബിൽ സ്കോർ നോക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ ക്യാഷ് ഫ്ലോസ്, പ്രൊജക്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കുന്നതും മറ്റ് ഇതുവരെയുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു റിസ്ക് അവർ എന്ത് ചെയ്യുന്നത്, അസസ്മെൻറ്റ് ചെയ്യുന്നത്. ആ റിസ്ക് അസസ്മെൻറ്റിന് ശേഷമാണ് ഈവൻ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നും അതായത് കാരണം റിസ്ക് കൂടുതലുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും, കൂടും അല്ലേ. സ്വാഭാവികമായിട്ടും അൺസെക്യൂർഡ് ലോണൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. ഓവർ ഡ്രാഫ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ ടൈം ലോണേക്കാൾ കൂടുതലായിരിക്കും. നേരെ മറിച്ച് വെഹിക്കിൾ ലോൺ നമ്മൾ എന്ത് ചെയ്യണം, വെഹിക്കിൾ ലോൺ നമ്മൾ ഹൈപ്പോത്തക്കേഷൻ, നമ്മൾ വെഹിക്കിൾ പണയം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലോൺ എടുക്കുന്നത് അല്ലേ. അതിന് ഹൈപ്പോത്തക്കേറ്റഡ് എന്ന് പറയും അല്ലേ. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും വെഹിക്കിൾ ലോണൊക്കെ എത്രയായിരുന്നു, ഈ 9% താഴെ 9% വരുന്നുണ്ട് അല്ലേ. ഗോൾഡ് ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്, ബിക്കോസ് അതൊക്കെ സെക്യൂർഡ് ആണ്. നേരെ മറിച്ച് ക്രെഡിറ്റ് കാർഡ് വളരെയധികം അൺസെക്യൂർഡ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വരുന്നത് 44%, 44%. ശരിക്കും അതുപോലെ ഇൻട്രസ്റ്റ് തന്നെ വിളിക്കാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഇൻട്രസ്റ്റ് ഒക്കെ നോർമലി ഒരു ലിമിറ്റ് ഉണ്ട്, 15%, 16% അല്ലെങ്കിൽ മാക്സിമം 18, 20 വരെ. ക്രെഡിറ്റ് കാർഡിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് 44% ആണ് വരുന്നത്. അപ്പോൾ അതിനെ ശരിക്കും ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള പേരിൽ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല, പകരം നമ്മൾ അതിനൊരു പെനാൾട്ടി എന്നുള്ള രൂപത്തിൽ തന്നെ എന്തെങ്കിലും പറയേണ്ടി വരും. അത് തന്നെയല്ലേ GST നിയമം നോക്കുകയാണെങ്കിൽ GSTയുടെ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ, എക്സംഷൻ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ എൻട്രി നമ്പർ 27 നോക്കുകയാണെങ്കിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ ഇൻട്രസ്റ്റിന് എന്തില്ല, GSTയിൽ എക്സംപ്റ്റഡ് ആണ്. സോ എൻട്രി നമ്പർ 27 നോട്ടിഫിക്കേഷൻ 12/2017 എൻട്രി നമ്പർ 27 ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ ഇൻട്രസ്റ്റുകൾക്ക് എന്തുണ്ട്, GST എക്സംപ്റ്റഡ് ആണെങ്കിൽ എക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ അല്ലേ. അപ്പോൾ കാരണം ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് ഒരു എന്താ പറയുക, നോർമൽ ഇൻട്രസ്റ്റ് അല്ല, അതൊരു ലൈക്ക് എ പെനാൾട്ടിയാണ്. അപ്പോൾ അത് ബിക്കോസ് അത് അൺസെക്യൂർഡ് ആണ്. പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ കസ്റ്റമർ എങ്ങനെയാണ്, അദ്ദേഹത്തിന് റെഗുലർ ഇൻകം ഉള്ള ഒരാളാണോ, ഈ പറഞ്ഞ പോലെ പർച്ചേസ് ഒക്കെ ചെയ്ത് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ക്രെഡിറ്റ് അസസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഒരു ഹയർ പൊസിഷനാണ് ക്രെഡിറ്റ് മാനേജർ എന്ന് പറയുന്നത്. നോർമലി ചാർട്ടേഡ് അക്കൗണ്ടൻസും കോസ്റ്റ് അക്കൗണ്ടൻസും CA CMA ക്വാളിഫൈ ചെയ്തവരൊക്കെയാണ് ആ ഒരു പോസ്റ്റിൽ വരുന്നത്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിലെ റിസ്ക് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ റിസ്ക് അസസ്മെൻ്റ് ഒക്കെ നടത്തണം. അതിന് സ്റ്റാൻഡേർഡൈസ് അപ്രോച്ച് ഉണ്ട്, എക്സ്റ്റേണൽ ക്രെഡിറ്റ് അസസ്മെൻറ്റ്, പിന്നെ ഇൻറ്റേർണൽ റേറ്റിംഗ് ഉണ്ട്. നമ്മുടെ ബാങ്കിൻ്റെ തന്നെ ഇൻറ്റേർണലി അവരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അവരായിരിക്കും ഇതിൻ്റെ എന്ത് ചെയ്യുക, കസ്റ്റമർ ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് ലോൺ സാങ്ഷൻ ആവുന്നതും ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതും ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഇതിൽ തന്നെ ഈ ഒരു പിന്നെ ബാങ്കിൻ്റെ ഈ ക്രെഡിറ്റ് റിസ്ക് കൂടാതെ മറ്റ് ഓപ്പറേഷണൽ റിസ്കിൻ്റെ ഒക്കെ എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി തന്നെ ബാങ്ക് ഒരു പ്രധാനമായിട്ട് 3 അപ്രോച്ചുകളൊക്കെയാണ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂട്ട് റെലവൻ്റ് അല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വിട്ടേക്കാം. സോ ലൈക്ക് ഓപ്പറേഷൻ റിസ്ക് എസ്റ്റിമേഷൻ വേണ്ടി നമുക്ക് ബേസിക് ഇൻഡിക്കേറ്റർ അപ്രോച്ച്, അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ച്, ദെൻ അഡ്വാൻസ്ഡ് മെഷർമെൻറ്റ് അപ്രോച്ച്. അപ്പോൾ പേരിൽ പറയുന്ന പോലെ തന്നെ ഓരോ ലെവല് രണ്ടാമത്തെ അപ്രോച്ചിൽ 3ലോട്ട് കിടക്കുന്നതോറും കൂടുതൽ എന്താവും, അഡ്വാൻസ്ഡ് ആവും. ദാറ്റ് ഈസ് ഫസ്റ്റ് ദ ബേസിക് ഇൻഡിക്കേറ്റർ അപ്രോച്ച് ആണെങ്കിൽ പ്രത്യേകിച്ച് എങ്ങനെയാണ് ആ ഒരു ഏത് റിസ്ക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഓപ്പറേഷൻ റിസ്കിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, അതായത് ഓപ്പറേഷൻ റിസ്ക് നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാപിറ്റൽ അതിന് വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് ഗ്രോസ് ഇൻകം ഓഫ് ദ ബാങ്ക് നോക്കിയിട്ട് അതിൻ്റെ ഒരു 15-20% അങ്ങനെ ഏതെങ്കിലും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഒക്കെയാണ് നമ്മൾ എടുക്കുക. അതാകുമ്പോൾ പിന്നെ ഒരുപാട് റിസ്ക് വാല്യുവേഷൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ടോട്ടൽ ഇൻകത്തിൻ്റെ ഗ്രോസ് ഇൻകത്തിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് എടുത്താൽ മതി. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബേസിക് ഇൻഡിക്കേറ്റർ അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് രണ്ടാമത്തെ സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ച് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൻ്റെ ഓപ്പറേഷൻ റിസ്കിനെ വിവിധ റിസ്കുകളായിട്ട് നമ്മൾ എന്തെങ്കിലും ക്ലാസിഫൈ ചെയ്തിട്ട് ദെൻ അതിനനുസരിച്ച് ഓരോ റിസ്കിനും ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് സെറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തിലാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഗ്രോസ് ഇൻകത്തിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് എടുക്കുന്നുള്ളൂ. രണ്ടാമത്തെ അപ്രോച്ചിലാണെങ്കിൽ നമ്മൾ റിസ്കിനെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ട് അതിൻ്റെ പർട്ടിക്കുലർ പെർസെൻറ്റേജ് എടുക്കുകയാണ്. കുറച്ചും കൂടി എന്താണ്, അനലറ്റിക്കലാണ്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ഉണ്ട് TSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ചാണ്. സോ ഡിഫറെൻറ്റ് ബിസിനസ് ലൈൻ ആർ അസൈൻഡ് ഇൻഡിവിജ്വൽ ഗ്രോസ് ആക്ടിവിറ്റി മെഷേഴ്സ് ആൻഡ് റെഗുലേറ്റേഴ്സ് ഡിറ്റർമിൻ ദ അപ്രോപ്രിയേറ്റ് ഫിക്സഡ് മൾട്ടിപ്പിൾ ടു കാൽക്കുലേറ്റ് ദ റെഗുലേറ്ററി ക്യാപിറ്റൽ. അതായത് ഓരോന്നിനും ഓരോ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ബീറ്റ എന്നൊക്കെ പറയില്ല, SFM ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ബീറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റിസ്കിനെയാണ്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് റിസ്കിന് അതിൻ്റെ കറസ്പോണ്ടിങ് ബീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ റിസ്ക് ലെവല് എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചാണ് റെഗുലേറ്ററി ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ അഡ്വാൻസ്ഡ് മെഷർമെൻ്റ് ആണ്, കുറച്ചും കൂടി ഇൻഡെപ്ത് ആണ്. സോ അപ്പോൾ അതിൻ്റെ നോക്കാം. സോ അഡ്വാൻസ്ഡ് മെഷർമെൻറ്റ് അപ്രോച്ച് നോക്കുകയാണെങ്കിൽ ദേ വിൽ എന്താ പറയുക, ഇന്റേണലി ഡിഫൈൻ ദ റിസ്ക് പാരാമീറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ ഹിസ്റ്റോറിക്കൽ ഇന്റേണൽ ലോസ് ഡാറ്റ ഓൺ ദ ഫ്രോഡ്സ്. അത് ബാങ്കിൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ
ഓക്കെ, ബാങ്കിൻ്റെ ഇതിലുള്ള ഹിസ്റ്ററി നോക്കിയിട്ട് അവർക്ക് ഓരോ ലോണിനും അതുപോലെ തന്നെ അവരുടെ ഓരോ ആക്ടിവിറ്റീസ് ഓപ്പറേഷൻസിനൊക്കെ ഏകദേശം എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ള ഡാറ്റ അവരുടെ കയ്യിലുണ്ടാവും. കാരണം ഇതുവരെയുള്ള അവരുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ചുകൂടി എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്റേണലി അവർ ഇൻഡെപ്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് മെഷർമെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വലിയ വലിയ ബാങ്കുകളൊക്കെ അതിന് സെപ്പറേറ്റ് എന്തായിരിക്കും ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതിന്റെ അസസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള ബേസിക് മെത്തേഡ് ഉണ്ട്, പിന്നെ നമുക്കൊരു സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ് ഉണ്ട്, പിന്നെ അഡ്വാൻസ്ഡ് മെഷർമെന്റ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് പില്ലറിൽ എന്തായിരുന്നു? സെക്കൻഡ് പില്ലറിൽ മെയിനായിട്ട് സൂപ്പർവൈസറി റിവ്യൂ ആണ് അല്ലേ. കാരണം ഫസ്റ്റ് ഇതിൽ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്, സെക്കൻഡിൽ ബേസൽ ടു സെക്കൻഡ് എന്തായിരുന്നു നമ്മുടെ സൂപ്പർവൈസറി റിവ്യൂ ആയിരുന്നു. സൂപ്പർവൈസറി റിവ്യൂ എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ പൊസിഷൻ എന്ന് പറയാ കൺസിസ്റ്റന്റ് വിത്ത് ഓവറോൾ റിസ്ക് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അത് ഒരു RBI പോലെയുള്ള ഒരു സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഏതൊരു രാജ്യത്ത് ഇപ്പം നമ്മൾ ഇന്റർനാഷണലി പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യയിലെ RBI അതുപോലെ ഓരോ രാജ്യത്തും എന്തായിരിക്കും അവരുടേതായിട്ടുള്ള സെൻട്രൽ ബാങ്കുകൾ ഉണ്ടായിരിക്കും. അവരതിനെന്ത് ചെയ്യാം, മോണിറ്റർ ചെയ്യാം. ഓക്കെ, സോ കറക്റ്റായിട്ട് ആ മിനിമം ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാം. ഓക്കെ, മറ്റ് റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, അവരോട് പറയാം ക്വാർട്ടർലി ഇന്ന റിപ്പോർട്ടിലൊക്കെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് സെക്കൻഡ് പില്ലറിലെ സൂപ്പർവൈസറി റിവ്യൂവിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതായത് അതിൻ്റെ അകത്ത് നമ്മൾ ബാങ്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ലേ, ഇതൊക്കെ മാനേജ് ചെയ്യുന്നില്ലേ. ഓക്കെ, ഒരു ചെക്കിങ് എന്നാലല്ലേ നമ്മൾ ചെക്കിങ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്ത് ഇതൊക്കെ കറക്റ്റ് കംപ്ലൈ ചെയ്യാനുള്ള ഒരു മോട്ടീവ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നോക്കാം അതിൽ ഏതൊക്കെ രീതിയിലാണ് അത് ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് ഇന്റേണൽ ക്യാപിറ്റൽ ആഡിക്കസി അസസ്മെന്റ്. ഓക്കെ, അത് ബാങ്കിന്റെ അകത്തുള്ള അവരുടെ പീരിയോഡിക് ഇന്റേണൽ ക്യാപിറ്റൽ ആഡിക്കസി അസസ്മെന്റ് അവരുടെ ഭാഗത്ത് നിന്ന് അവർ ഇന്റേണലി അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും അവരുടെ ഡിപ്പാർട്ട്മെന്റ്, ഇന്റേണൽ ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് സൂപ്പർവൈസറി റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്സ്. അത് സൂപ്പർവൈസേഴ്സ് ലൈക്ക് ബാങ്ക്സ്, RBI എന്ത് ചെയ്യുക, ബാങ്ക്സിന് എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, റിപ്പോർട്ടൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ടൈമിന് റിപ്പോർട്ടൊക്കെ കളക്ട് ചെയ്യുക. അതേപോലെ തന്നെ ക്യാപിറ്റൽ എബോവ് മിനിമം ലെവൽ അത് ഉറപ്പുവരുത്തുക. 8% മുകളിൽ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ദെൻ സൂപ്പർവൈസേഴ്സ് ഇന്റർവെൻഷൻസ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ RBI എന്ത് ചെയ്യുക, ബാങ്കിങ് സെക്ടറിൽ എന്ത് ചെയ്യുക, ഓരോ ബാങ്കിലും ഓരോ കാര്യങ്ങൾ ഇപ്പോൾ പലപ്പോഴും ഫൈൻ തന്നെ അല്ലേ. സോ KYC റിക്വയർമെന്റ് എന്ത് ചെയ്യാത്തതിന് RBI എന്ത് ചെയ്യുന്നു, കോടികളുടെ പെനാൾട്ടി ICICI ബാങ്കിൽ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് അവരുടെ RBI അതിലിടപെടുന്ന ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കണം. കാരണം ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള റിസ്ക് ഒക്കെ വരുന്നത് അൾട്ടിമേറ്റ്ലി KYC കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാതല്ലേ, അതും ഒരു റിസ്ക് തന്നെയാണ്. അപ്പോൾ കസ്റ്റമറുടെ പ്രൊഫൈലും അതുപോലെ തന്നെ കസ്റ്റമറുടെ ഐഡന്റിറ്റി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. അത് തന്നെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ RBI അതൊക്കെ വെരിഫൈ ചെയ്യും. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യും, വലിയൊരു പെനാൾട്ടി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും. ഓക്കെ, അത് നമ്മളുടെ നാട്ടിൽ തന്നെ ബാങ്കുകൾക്ക് ഇതുപോലെ പെനാൾട്ടി കിട്ടിയിട്ടുള്ളതാണ്. ഒരുപാട് നിയമങ്ങൾ ഇതിലൊക്കെ ഉണ്ടല്ലോ. കാരണം ലൈക്ക് ഇപ്പോൾ ഒരാൾ NRI ആയിരുന്നു, ആള് ഒരുപാട് വർഷം ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് തിരിച്ചു വന്ന് നാട്ടിൽ സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ NRE അക്കൗണ്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്തിട്ട് നോർമൽ സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റണം. അപ്പൊ അതുകൊണ്ട് ബാങ്കുകൾ വർഷം എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ആൾക്ക് വിസ ഉണ്ടോ, ആൾ NRI ആണോ, ആൾ NRE അക്കൗണ്ട് ഹോൾഡ് ചെയ്യാൻ എലിജിബിൾ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാങ്ക് ചെയ്യണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ചെയ്യുന്ന ബാങ്കുകൾ കുറച്ചുണ്ട്, ചെയ്യാത്ത ബാങ്കുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരുടെ മുകളിലൊക്കെ RBI എന്ത് ചെയ്തൊരു ഫൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, സൂപ്പർവൈസറി റിവ്യൂ എന്നുള്ള രൂപത്തിൽ RBI ഇതൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. ഓക്കെ, ഇനി തേർഡ് പില്ലർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ പബ്ലിക്കലി ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യണം അല്ലേ. സോ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു യൂസേഴ്സിനെ അവരുടെ ഡിസിഷൻ മേക്കിനെ എഫക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതെന്ത് ചെയ്യണം, അവർക്ക് അവൈലബിൾ ആവണം. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഡിസിപ്ലിൻ എന്നുള്ള തേർഡ് പില്ലറിൽ പറയുന്നത്, സോ റെലവെന്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഇൻഫർമേഷൻസ് അവരെന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം, പബ്ലിക്കിന് അത് അവൈലബിൾ ആക്കണം. ഓക്കെ, ഇതാണ് ബേസൽ 2ന്റെ 3 പില്ലർ. നിങ്ങൾ ജസ്റ്റ് ആ ഒരു 3 പില്ലറിന്റെ ഇത് പേര് മാത്രം എന്ത് ചെയ്യുക, പഠിച്ചാലും മതി. പില്ലർ 1 മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്, പില്ലർ 2 സൂപ്പർവൈസർ റിവ്യൂ, പില്ലർ 3 മാർക്കറ്റ് ഡിസിപ്ലിൻ. ഓക്കെ, അതിനെക്കുറിച്ച് 1-2 സെന്റൻസ് എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ. ദെൻ അതിൻ്റെ ഡിഫറൻസ് ബേസൽ 1 ബേസൽ 2 ഡിഫറൻസുകളൊക്കെ പറയുന്നുണ്ട്. സോ ബേസൽ 1ലും 2ലാണെങ്കിൽ ക്യാപിറ്റൽ ആഡിക്വസി ഒക്കെ റിസ്ക് വെയിറ്റഡ് അസറ്റ് രണ്ടും കോമൺ തന്നെയാണ്. ഇവിടെ എന്താ പറയുക, ബേസൽ 1ൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്രെഡിറ്റ് റിസ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ റിസ്ക് സെൻസിറ്റീവ് വെച്ചാൽ ഇവിടെ എല്ലാ ടൈപ്പ് റിസ്ക്കും ലൈക്ക് ഓപ്പറേഷണൽ മാർക്കറ്റ് ആ റിസ്ക് ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ. ഇനിയും ഇവിടെ ഓൾ ക്രെഡിറ്റ് എക്സ്പോഷേഴ്സ് ക്യാരി റിസ്ക് വെയിറ്റ് 100% എക്സെപ്റ്റ് സം സോവറിൻ എക്സ്പോ. അപ്പോൾ ഒരുവിധം എല്ലാത്തിനും 100% റിസ്ക് ആണ് ഇത്. ഇവിടെ ബേസൽ 1ൽ നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിസ്ക് എത്രത്തോളം നിന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും 100% റിസ്ക് ആണ്. എക്സെപ്റ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ ക്യാഷ് അത്രയും മോർഗേജ് സെക്യൂരിറ്റീസ് ഒക്കെ ഉള്ള കേസുകളിൽ മാത്രം
റിസ്ക് ലെവൽ കുറവും ബാക്കി എല്ലാത്തിനും ഹൈ റിസ്ക് ആണ് കൊടുത്തത് അല്ലേ. സോ ബേസൽ 2 വരുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ക്വാളിറ്റി അല്ലെ, നമ്മൾ പില്ലർ 2 നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പില്ലർ 1 നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്തിൻ്റെ ക്രെഡിറ്റ് ക്വാളിറ്റി അസസ്മെന്റ് നടത്തുന്നുണ്ട്. കസ്റ്റമർ എത്രത്തോളം റിസ്കി ആണ്. ഓക്കെ, സോ കസ്റ്റമർ ഹൈ റിസ്കി ആണെങ്കിൽ നമുക്ക് അത്തരം ലോണുകൾ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ റിസ്ക് കാറ്റഗറിയിൽ എന്ത് ചെയ്യും ഉൾപ്പെടുത്തുക. അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, റിസ്കിന്റെ വെയിറ്റേജ് എന്ത് ചെയ്യും, എല്ലാത്തിനും 100% വരുന്നില്ല. ഓക്കെ, ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ള സെക്യൂരിറ്റി ഉള്ള സെക്യൂർഡ് ലോൺസ് ഒക്കെ നമുക്ക് ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ സെക്യൂരിറ്റി തന്നിട്ട് 10 ലക്ഷം രൂപ ലോൺ എടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതിന് പിന്നെ നമുക്ക് 100% റിസ്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പം അങ്ങനെ ക്രെഡിറ്റ് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷമാണ് റിസ്ക് വെയിറ്റേജ് നമ്മൾ എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് ബേസിൽ 2 വന്നപ്പോൾ. ഓക്കെ, പിന്നെ ഇവിടെ റിസ്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് എക്സ്പോഷർ എത്രയാണ്, അതിൻ്റെ റിസ്ക് വെയിറ്റിന്റെ 8%. ഓക്കെ, സോ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ടോട്ടൽ അസറ്റ് അതിന്റെ റിസ്ക് വെയിറ്റ് അസറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ അതിന്റെ 8% ആണ് നമ്മുടെ മിനിമം ക്യാപിറ്റൽ. ഓക്കെ, ഇതും 8% തന്നെയാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഫിഷ്യന്റ് ബാങ്ക് എന്താണ്, എഫിഷ്യന്റ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഓക്കെ, അതായത് നമ്മളെ ലോൺസ് കൊടുക്കുമ്പോൾ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കസ്റ്റമറുടെ ക്രെഡിറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കി ഹിസ്റ്ററിയും സിബിൽ സ്കോറൊക്കെ നോക്കിയിട്ട് കൊടുക്കുന്ന ബാങ്കുകളൊക്കെ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈ സാധാരണ നമ്മൾ 8% കാൽക്കുലേറ്റ് ചെയ്യുന്ന അപേക്ഷിച്ച് കുറവ് ക്യാപിറ്റൽ മതിയാവും. കാരണം റിസ്ക് കുറയുമ്പോൾ നിങ്ങൾക്കറിയില്ല, റിസ്ക് വെയിറ്റഡ് അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 8% എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മിനിമം ക്യാപിറ്റൽ എന്തെയും കുറയും. അപ്പോൾ ഇവിടെ എഫിഷ്യന്റ് ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അസസ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ലോൺസ് കൊടുക്കുന്ന ബാങ്കുകളാണെങ്കിൽ റെഗുലേറ്ററി ക്യാപിറ്റലിന്റെ അളവും കമ്പാരിറ്റീവ്ലി എന്തെയും കുറയും. ഓക്കെ, സോ അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഇപ്പോൾ നമ്മൾ സെയിം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എല്ലാ ബാങ്കും 8% ആണ്. പക്ഷെ ഇവിടെ ഗുഡ് ക്വാളിറ്റി അസറ്റ്സ് ഉണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ക്യാപിറ്റൽ എന്ത് ചെയ്യാം കുറക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇവിടെ ലോ റേറ്റഡ് എക്സ്പോഷേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ലോ റേറ്റഡ് എക്സ്പോഷേഴ്സ് ആർ സബ്സിഡൈസ്ഡ് ബൈ ഹൈ റേറ്റഡ് എക്സ്പോഷേഴ്സ്. അതായത് ക്വാളിറ്റി കുറഞ്ഞ ബോറോവേഴ്സ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് റിസ്ക് ഉള്ള ഹൈ റിസ്ക് ഉള്ള ആൾക്കാർ, അതായത് പൈസ പോവോ ലോൺ കൊടുക്കുമ്പോൾ തന്നെ റിസ്ക് കൂടുതലുള്ളവരുണ്ടായിരിക്കും. പിന്നെ അത് ഇവരെങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ അങ്ങനത്തെവരുണ്ടാവും, കുറച്ച് ആൾക്കാർ നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരും ഉണ്ടായിരിക്കും, നമുക്ക് 100% ഉറപ്പുള്ളവരുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ മാനേജ് ചെയ്ത് പോയിരുന്നത്. പക്ഷെ ഇവിടെ ബേസൽ 2 അങ്ങനെയല്ല. ബേസൽ 2 ശരിക്കും റിസ്ക് പ്രൈസിങ്. എന്നാൽ റിസ്ക് പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് പ്രൈസിംഗ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുക, നിങ്ങളൊരു ക്വാളിഫൈഡ് ആണ്, നിങ്ങൾ ജോലിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ലോൺസ് പെട്ടെന്ന് കിട്ടും. നമുക്കറിയാലോ, ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോസ്റ്റ് അക്കൗണ്ടന്റ് ഒക്കെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ ഫിനാൻസ് SFM ഡിജിറ്റൽ ഫിനാൻസ് ഒക്കെ പറയാറുണ്ട്. നിങ്ങൾ ജസ്റ്റ് ലോണിലൊക്കെ അപ്ലൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 10%-ലൊക്കെ നിങ്ങൾക്ക് അൺസെക്യൂർഡ് ലോൺ കിട്ടും. എനിക്ക് തോന്നുന്നു ഇന്നും കൂടി എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു ബജാജ് ഫിനാൻസിൻ്റെ ഒക്കെ. നമ്മളെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് അറിയാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്നുള്ളതും നമ്മൾ മെമ്പർഷിപ്പ് നമ്പറും ഈവൻ COP സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയും, നമ്മൾ CA പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ സർട്ടിഫിക്കറ്റ് എത്ര വർഷമായി എന്നുള്ളത്. അപ്പോൾ അത് 3 ഇയേഴ്സിന് താഴെയാണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, 3 ഇയേഴ്സിന് മുകളിലാണെങ്കിൽ ഈവൻ നല്ലൊരു ബാങ്ക് വിളിച്ചിട്ട് 75 lakhs വരെ അൺസെക്യൂർഡ് ലോണാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അത് റിസ്ക് പ്രൈസിങ് ആണ്. അതായത് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, നമ്മൾ കോസ്റ്റ് അക്കൗണ്ടന്റ് ആണെന്നൊക്കെ അവർക്ക് ഡാറ്റ അവർ കളക്ട് ചെയ്യുന്നുണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്ത്, അതുപോലെ നമ്മൾ മൊബൈൽ നമ്പറൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമുക്കിതൊരു കോൾ വന്നിട്ട് അവർ സംസാരിക്കുമ്പോൾ നമ്മളോട് CA ഇന്ന ആളല്ലേ അല്ലെങ്കിൽ CMA അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. അതിനുശേഷം നമുക്ക് ഓഫർ ചെയ്യുന്നത് മാർക്കറ്റിൽ ആരും കൊടുക്കാതെ, അതായത് നമ്മളുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു 15%, 15%, 16% അൺസെക്യൂർഡ് ലോൺ ഇൻട്രസ്റ്റ് വരുമ്പോൾ നമ്മൾ ക്വാളിഫൈഡ് പ്രൊഫഷണൽ ആയതുകൊണ്ട് നമ്മൾ റിസ്ക് കുറവായതുകൊണ്ട് തന്നെ അവർ 10%-ലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ലോൺസ് ഓഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഇതൊക്കെ ഇതിനാണ് നമ്മൾ റിസ്ക് പ്രൈസിങ്. അത് ബേസ്ഡ് ഓൺ ദി റിസ്ക് കൂടുതലാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും, റിസ്ക് കുറവാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റും കുറവായിരിക്കും. അപ്പോൾ ആ ഒരു റിസ്ക് പ്രൈസിങ് കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ബേസൽ 2-ലാണ് നമുക്ക് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ മനസ്സിലാക്കുക. സോ ആ ഒരു 3 പില്ലേഴ്സ് എന്ത് ചെയ്യുക മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ബേസൽ 2-ൽ വേറെ എക്സ്ട്രാ അധികം ഒന്നും പഠിക്കാനില്ല. ആ 3 പില്ലേഴ്സും അതിൻ്റെ ഒരു 2-3 വരിയിൽ എക്സ്പ്ലനേഷൻ എഴുതാനുള്ളതും അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആഡിക്വസി വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ദാറ്റ് ഈസ് അതൊരു 8% എന്നുള്ളത് സെയിം തന്നെയാണ്. ഓക്കെ, അതിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്ത്യ അത് 9% ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നു, ബാക്കി ഇന്റർനാഷണലി അത് 8% ആണ്. ഓക്കെ, യെസ്.